വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയാണ് മെയ് 2-ന് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. അതിനു മുന്നോടിയായി തുറമുഖത്ത് നേരിട്ടെത്തി അവിടെയുള്ള സാഹചര്യം വിലയിരുത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ പ്രദേശത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, കമ്മീഷനിങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു, മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ബ്രേക്ക് വാട്ടർ മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്, ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് മെയ് 2-നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാൻ പോകുന്നത്. CM കുടുംബസമേതമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രിയും മേയറുമൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട്. കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി കോസ്റ്റ് ഗാർഡ്, ഇൻലാൻഡ് നാവിഗേഷൻ, ഫിഷറീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുടെ പിന്തുണ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുകയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയുമാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, മുഖ്യമന്ത്രി നേരിട്ടെത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നു, വിവരങ്ങൾ ഷഫീദ്. രഞ്ജിത്ത്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം. മാത്രമല്ല, ട്രയൽ റണ്ണിന്റെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എത്രമാത്രം പ്രസക്തമാണ് ഇന്ത്യൻ മാരിടൈം ഭൂപടത്തിൽ എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം 2-ന് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തി ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞവിടെ ഈ അവലോകന യോഗമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവലോകന യോഗമൊക്കെ കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി ഈ ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്ത്, പക്ഷേ വിഴിഞ്ഞത്തെ മറ്റ് സ്വാഭാവികത പോലെ തന്നെ ഒന്നാണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 3 കിലോമീറ്ററോളം നീളം ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഉണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ അത് 1 കിലോമീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 4 കിലോമീറ്റർ ആകും. അങ്ങനെ വലിയ പ്രത്യേകതയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി കുടുംബസമേതമാണ് ഇവിടേക്ക് എത്തിയത്. ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി. കാരണം എവിടെയായിരിക്കണം ഉദ്ഘാടന വേദി അടക്കം വേണ്ടതെന്നുള്ള വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി ഈ ബ്രേക്ക് വാട്ടർ ഭാഗത്തേക്ക് എത്തുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ ആയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്ക് ട്രയൽ റണ്ണിന്റെ ഭാഗമായി ആദ്യമായി എത്തി. അതിനുശേഷം MSC തുർക്കിയും കടന്ന് MSC അരീന വരെയുള്ള കൂറ്റൻ കപ്പൽ ഭീമന്മാർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി. ഏതാണ്ട് 5 ലക്ഷത്തിലധികം കണ്ടെയ്നർ കൈകാര്യം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നേട്ടമാണ്. അങ്ങനെ പലതരത്തിലുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ലോകത്തിന്റെ മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം ഇതിനോടകം തന്നെ പേരുറപ്പിച്ചിട്ടുള്ളത്. ഈ മെയ് 2 കഴിയുമ്പോൾ, അതായത് ഔദ്യോഗികമായി വിഴിഞ്ഞം കമ്മീഷനിങ് കഴിയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3 മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ പ്രതീക്ഷിച്ചതിനേക്കാളും കപ്പലുകൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രവുമല്ല, അതിശയിപ്പിക്കുന്ന മുന്നേറ്റം ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടായി. 265-ൽ പരം കപ്പലുകൾ, അതിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാനപ്പെട്ട എല്ലാ കപ്പലുകളും ഇവിടെ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച MSC തുർക്കി, MSC അറീന അതടക്കമുള്ള കപ്പലുകൾ, കൂറ്റൻ കപ്പലുകൾ ഇവിടേക്ക് എത്തി. MSC തുർക്കിയായിരുന്നു ആ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും കൂറ്റൻ കപ്പൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. അതിനുശേഷം ഈ MSC അരീന എത്തി. ഇപ്പോഴും MSCയുടെ ഒരു ഫീഡർഷിപ്പ് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്ത് കാണാം. അങ്ങനെ 265-ൽ പരം കപ്പലുകളിലായി 5 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്നുള്ള റെക്കോർഡ്, അങ്ങനെ ഒരു ചരിത്രം കൂടി വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രപരമായി കേരളത്തിന്റെ വികസനത്തെ, ഇന്ത്യയുടെ വികസനത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം, അത് രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള തുറമുഖം. ആ തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകൾ അടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തുർക്കിയിൽ നിന്നുള്ള ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പമുള്ള ഭീമൻ കപ്പലുകളൊക്കെ വിഴിഞ്ഞത്തേക്ക് എത്തിയതാണെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി, സമർപ്പണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മെയ് 2-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. അവിടെയുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.